ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീനക്ക് പ്ലസ് കോട്ട് കോളർ കുർത്തിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ നെക്ക് ഡിസൈനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുള്ളൂ. കുർത്തി നമ്മൾ കോളറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ വിശദമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. കോളറിനൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുക, അപ്പോൾ ബോഡി പാർട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതെന്ന് കാണാം. ഞാനിവിടെ നെക്ക് വീതിക്ക് അനുസരിച്ചുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത്, നെക്കിൻ്റെ അല്ല ക്യാൻവാസിൻ്റെ വീതി എന്ന് പറയുന്നത് നെക്കിൻ്റെ അകലം, അതായത് നമ്മുടെ കഴുത്തിൻ്റെ അകലം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ്. 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കഴുത്തിൻ്റെ അകലം എത്രയാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്കിവിടെ വന്നിട്ടുള്ള 2.25 ഇഞ്ചാണ്. ഓക്കെ, ഇപ്പോൾ 2.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്ക് നെക്ക് എപ്പോഴും ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റും, അതായത് നമ്മുടെ തയ്യൽ തുമ്പ് നമുക്ക് എത്ര വേണം അത്രയും നമ്മൾ കുറച്ചിട്ട് വേണം നമ്മളെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, അത്രയും കുറയ്ക്കണം നമ്മുടെ ബാക്ക് നെക്ക്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് ക്യാൻവാസിലായതുകൊണ്ട് നമുക്കിവിടെ തയ്യൽ തുമ്പിൻ്റെ ആവശ്യം ക്യാൻവാസിൻ്റെ അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ബാക്ക് നെക്ക് എത്ര കട്ട് ചെയ്തോ അത്രയ്ക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കും നമ്മൾ. അതായത് ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ കഴുത്തിന് ഇടുമല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 2.25 മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് തയ്യൽ തുമ്പായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ നെക്കിൻ്റെ വിടുത്ത് 2.5 ഇഞ്ച് ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 2.5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ആദ്യം മാർക്ക് ചെയ്തതിന് പിന്നിലേക്കായിട്ടൊരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പായിട്ട് നിങ്ങൾ ഇട്ടിരിക്കണം. അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കുക കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ 2.25 തന്നെ നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യരുത്. ഓക്കെ, 7 ഇഞ്ച് നമ്മളിവിടെ സീം അലൗൺസ് കൊടുക്കുന്നുണ്ട്, 7 ഇഞ്ച് ലെങ്ത്തും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ 7 ഇഞ്ച് ലെങ്ത്തിലേക്ക് നമ്മൾ കറക്റ്റ് നമ്മുടെ വീതി എത്രയാണ് എടുത്തിട്ടുള്ളത് അവിടേക്ക് ഞാൻ സീം അലൗൺസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്ന് കേട്ടോ, ഇവിടെയാണ് നമ്മൾ സീം അലൗൺസ് കൊടുത്തിട്ടുള്ളത്, ആ ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് 7 ഇഞ്ചിലേക്ക് വരച്ചെടുക്കുക. അതുപോലെ തന്നെ സീം അലൗൺസ് കൊടുക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് തുണിയിലേക്ക് ഒട്ടിച്ചിട്ട് ഫ്രണ്ട് പോർഷൻ അടിച്ചു തുടങ്ങാം കേട്ടോ. ഇനി നമ്മൾ കോളർ നമ്മൾ ചെയ്യുക ഫ്രണ്ടിനൊക്കെ അടിച്ചതിന് ശേഷം ബാക്കും ഫ്രണ്ടും ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് പിന്നീട് മെഷർമെന്റ് എടുത്തിട്ടാണ് കോളർ നമ്മൾ വെട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ വീനക്ക് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സീം അലൗൺസ് എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന ഫാബ്രിക് എല്ലാം എപ്പോഴും കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. നമ്മൾ മടക്കി അടിക്കാൻ എളുപ്പത്തിന് കൂടുതൽ തുണിയിട്ടിട്ട് അടിക്കും, പക്ഷേ കൂടുതൽ വരുന്ന തുണീനെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കിത് ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് ഫ്രണ്ട് പോർഷൻ. നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് അടിക്കുകയാണ്. ഇവിടെ നൂച്ചിട്ട് വെക്കുക കേട്ടോ സെൻറ്ററിൽ. ഇനി നമ്മൾക്ക് ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ കോളർ എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിയണം അല്ലേ. അതിന് ശേഷമുള്ള ഭാഗത്താണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ മെഷർമെൻ്റ് എടുത്ത് എങ്ങനെയാണ് നമ്മുടെ നെക്ക് വിടുത്ത് കണ്ടത്, ജസ്റ്റ് ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ 2.6 എന്ന് പറഞ്ഞ് നമ്മൾക്ക് കിട്ടി. 2.6 എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ മെഷർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് സീം അലൗൺസ് നമ്മൾ കൊടുക്കണം, എന്നിട്ട് അതിന് ശേഷം നമ്മൾ 2.6 എന്നുള്ളത് മാർക്ക് ചെയ്യുക, പ്ലസ് ഒരു 1/4 ഇഞ്ച് കൂടി കൊടുക്കുക. 2.6ഉം അതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ചും കൂടി കൊടുത്തിട്ട് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കേട്ടോ 2.25 പ്ലസ് 1 ഇഞ്ച് കൂടി, അല്ല ഒരു പോയിന്റും കൂടി, 2.25 പോയിന്റ്
1 എന്നുള്ള കണക്കിൽ നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിടുക. അതായത് നമ്മുടെ ഈ സീം അലവൻസ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പറയണത്. 2.4.1 എന്നുള്ള മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഈ അറേഞ്ച് നമ്മൾ സീം അലവൻസ് ഇവിടെ മടക്കി നമ്മളെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ ഈ അറേഞ്ച് പോകുമല്ലോ. അതിന് ശേഷം നമ്മൾ 2.4.1 എന്നുള്ള മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടിട്ട് ഈ ഭാഗം തൊട്ടിട്ട് ഇവിടം തൊട്ടിട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കണം. ഇവിടം വരെ കേട്ടോ. ഈ ഭാഗം തൊട്ടിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുക. അല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല ഒരിക്കലും. നമ്മളിവിടെ പിന്നൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതെല്ലാം വെച്ചാൽ കഴുത്തൊക്കെ സെൻറ്ററിൽ നിന്നെല്ലാം നീങ്ങി പോകും. അപ്പോൾ ഇവിടെ പോയിന്റ് കറക്റ്റായിട്ട് വരുന്നില്ലേ നോക്കുക, സെൻറ്ററിൽ തന്നെയല്ലേ നോക്കുക. അങ്ങനെയെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. കറക്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ അടിക്കുന്നത്. ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത മാർക്കിംഗ് വരുന്നത് ഇവിടെയാണ്. അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇവിടെ കറക്റ്റായിട്ട് തന്നെ വെട്ടിയെടുക്കുകയാണ്. നമ്മളിപ്പോൾ അടിച്ച ഭാഗം വിട്ടതിന് ശേഷം കറക്റ്റ് സീം അലവൻസ് 4 ഇഞ്ച് നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്ലിറ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് ആ പോർഷനിൽ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നെങ്കിലാണ് നമുക്ക് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. ബാക്കിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടിട്ട ഭാഗത്ത് തന്നെ ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. തിരിച്ച് എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ? എങ്കിലാണ് ഇതിങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തിരിച്ചെടുക്കുമ്പോൾ ഈ സീം അലവൻസ് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് കിട്ടണം. കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ? ഇങ്ങനെയായിട്ട് വരണം എപ്പോഴും. ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കൊടുക്കണം ഞാൻ. ഇത് രണ്ടും ഒരേപോലെ വരണ്ടേ. കാരണം കണ്ടോ, ഇതേപോലെ നമുക്ക് സീം അലവൻസ് ഇവിടെ വിടണം. ഈ ഭാഗം വരെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. കണ്ടല്ലോ? ഇനി നമുക്ക് ഇവിടെ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാം. ബാക്ക് പോർഷന്റെ നല്ല വശം ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 4 ഇഞ്ച് വിടണം എന്നുള്ളത്. 4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാവുമ്പോഴാണ് നമുക്ക് 2.1 നമുക്കത് കറക്റ്റ് നെക്ക് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2.25 വെട്ടിയത് കൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്കിത് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ 1/2 ഇഞ്ചിൽ ഞാൻ അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു നോച്ചിട്ടിട്ട് സെൻറ്റർ നോക്കുന്നു ക്ലിയർ ചെയ്തിടാം. ഇവിടെ ഒരു നോച്ചിട്ടിട്ട് നമുക്ക് സെൻറ്റർ കറക്റ്റാക്കി ഇടാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ടാണ് ഇനി
കോളർ നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇവിടെ രണ്ട് ഭാഗത്തും 4 ഇഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ടുണ്ട്, രണ്ടായി ഫോൾഡ് ചെയ്തിട്ടുണ്ട് ക്യാൻവാസ്. ഓക്കെ, ഇനി നമ്മൾക്ക് കോളർ എങ്ങനെ അളവെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളർ നമുക്ക് ഇവിടെ നിന്നാണ് വെക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് വരെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് അളവെടുക്കുക. കണ്ടോ, അതായത് ഈ സീം അലവൻസ് എവിടെയാണ് വരേണ്ടത് ആ ഭാഗം തൊട്ടിട്ട് നമ്മൾ അളവെടുക്കുക. ഇങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്ക്, അതായത് ബാക്ക് നെക്കിന്റെ സെൻറ്റർ പോർഷൻ വരെ നമ്മൾ അളവെടുക്കണം കേട്ടോ. 6.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 6.5 ഇഞ്ചിൽ നമ്മൾക്കിവിടെ കോളർ കട്ട് ചെയ്യണം. അതായത് ഇവിടെ സീം അലവൻസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോളർ വെട്ടണം. അപ്പം ഞാനിവിടെ 6.4.1 എന്നുള്ള കണക്കിൽ ഞാനിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും 4 ഇഞ്ച് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ ക്യാൻവാസ് വെട്ടാനായിട്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഭാഗം നമ്മളുടെ നെക്കിൻ്റെ പോർഷനും, അതായത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പോർഷനും ഈ ഭാഗം നമ്മുടെ മേലെ പോർഷനായിട്ട് തിരിക്കാം. എനിക്ക് ഇവിടെ വേണ്ടത് ഒരു 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ച് ഞാൻ നെക്കിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അതായത് 32 ചെസ്റ്റിനനുസരിച്ച് എനിക്ക് 2.25 ഇഞ്ചാണ് നെക്ക് വിടുത്ത് വരുന്നത്. നെക്ക് വിടുത്ത് കാണാൻ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ വിടുത്ത് കിട്ടും. കോളർ നെക്കിൻ്റെ വിടുത്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ 2.25 ഇഞ്ച്, അതായത് നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗത്താണ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഇനി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാൻ 6.4.1 എന്നുള്ള മാർക്ക് ചെയ്ത ഭാഗത്ത് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഞാൻ 1.5 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യാണ്. അതായത് നെക്ക് പോർഷൻ്റെ ഈ ഭാഗത്ത് നിന്നിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഈ നെക്കിൻ്റെ പോർഷനിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന്, അതായത് ഇതാണ് പോയിന്റ് വരിക, ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു ലൈൻ, അതായത് ഒരു കർവി ലൈനായിട്ട്. അപ്പോൾ അവിടേക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് വിടാം കേട്ടോ. ഇവിടേക്ക് 1/2 ഇഞ്ച് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തത്. അതായത് ഇതാണ് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ. ഇവിടേക്ക് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റ് അത്രയും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് മേലെ പോർഷൻ വരിക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തുനിന്നൊന്ന് കറക്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കറക്റ്റ് 6.4.1 വരുന്നുണ്ടോന്ന്. അത് എവിടെയാണ് വരുന്നത് വെച്ചെങ്കിൽ അവിടേക്ക് ഇത് മാറ്റി വെക്കണം കേട്ടോ. അപ്പം എനിക്ക് ഇവിടെയും വരെ വേണ്ടു 6.4.1 എന്ന് പറയുമ്പോൾ. അപ്പം ഇവിടെ ഞാനിന്ന് കറക്റ്റ് മാർക്ക് ചെയ്തു. ആ ഭാഗത്തു നിന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. കർവി ലൈൻ വരച്ച ഭാഗത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഷേപ്പ് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഞാൻ
കോളർ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി നമ്മൾ വെട്ടിയെടുക്കണം. കണ്ടോ, ഇങ്ങനെ 2 പീസാണ് വെട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് താഴെ ഭാഗം നമ്മളുടെ നെക്കിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് മടക്കി അടിച്ചു കൊടുക്കാം. ഒരു ഭാഗം, അതായത് ക്യാൻവാസ് വെച്ച ഭാഗത്താണ് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഒന്ന് വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് അടിക്കാം നമുക്ക്, കാരണം ഇതൊന്ന് അഴിച്ച് കളയേണ്ടതാണ്. ഇനി വീണ്ടും ഒരു അടി കൂടി ഇവിടെ വരും നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ഈ എഡ്ജ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ കോളറിനൊക്കെ അടിക്കുമ്പോൾ നമ്മളെപ്പോഴും പേപ്പർ ക്യാൻവാസിനേക്കാളും തുണിയുടെ ക്യാൻവാസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു വേണം. ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം, കാരണം ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിക്കുമ്പോൾ അതവിടെ ഫിനിഷിങ് കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്ന് പറയുന്നത്. കണ്ടല്ലോ. ഇനി നമ്മളുടെ, അതായത് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ളത് ചീത്ത വശത്താണ്. അപ്പോൾ ഇനി നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ വെക്കുക. ഇതേ സെയിം അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ മറ്റേ തുണി. കണ്ടല്ലോ, കറക്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇനി, അതായത് അടുത്ത നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ നെക്കിലേക്ക് വെച്ച് അടിക്കുക. ഇത് ഫിനിഷ്ഡ് എഡ്ജായിട്ട് നമ്മളെ കോളർ ഇരിക്കും. ഈ ഒരു ഭാഗത്തുനിന്ന് കറക്റ്റ് ക്യാൻവാസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് പോയിട്ടുള്ളത് ആ സൈഡിൽ കൂടെ തന്നെ ക്യാൻവാസിന് കൊള്ളാതെ നമ്മൾ അടിച്ചെടുക്കുക. ഈ ഒരു ഭാഗം നമ്മളൊന്ന് കെട്ടിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ഇതിനി നോർമൽ സ്റ്റിച്ച് ആയിരിക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അതേ ഇതിൽ തന്നെയായിരിക്കണം നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റ് ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുക, പൊട്ടിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക. അതായത് ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ ക്യാൻവാസ് ഈ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ ഭാഗമാണ് കേട്ടോ അപ്പോൾ അത് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ആ പോയിന്റിൽ കറക്റ്റായിട്ട് അടുത്ത സ്റ്റിച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ വെക്കേണ്ട ആ പൊസിഷനിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒന്ന് കുത്തി കറക്റ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് ആ നീഡിലിനോട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെക്കുക. കണ്ടോ, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് അടുത്ത സ്റ്റിച്ച്, അതായത് ഇങ്ങോട്ടുള്ള ഫസ്റ്റ് സ്റ്റിച്ച് നമ്മളൊന്ന് കൊടുക്കുക. ആ നീഡലിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ വേണം ഈ ത്രെഡ് വെക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ ഒരു സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ, ഇപ്പോൾ അവിടെ ലോക്കായി ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത്, നേരെ ഇതേപോലെ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇതിനുള്ളിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് എടുക്കുക. കണ്ടല്ലോ, ഇതിനി ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളർ കറക്റ്റായിട്ട് വരും ആ പോയിന്റ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പോയിന്റ് വൈസ് നമുക്ക് ചെയ്യേണ്ട ഓരോ സ്റ്റിച്ചസ് ഒക്കെ, ഇപ്പോൾ നെക്കായാലും ഇതേപോലെ പോയിന്റ് വരുന്ന നെക്കുകളൊക്കെ ആണെന്ന് ഇതേപോലെ ത്രെഡ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതെപ്പോഴും ഈ ത്രെഡ് ഉള്ളിലേക്ക് എടുക്കാൻ മറക്കരുത്. അല്ലാതെ വെച്ച് ത്രെഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവില്ലേ, അപ്പോൾ അത് ഉള്ളിലേക്കായിട്ട് ഇരിക്കണം. ഇനി അടുത്ത പോയിന്റ് വരെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. അവിടെ ഇതുപോലെ തന്നെ നമുക്കൊരു ത്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കോളറിൻ്റെ ഈ പോയിന്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നാലാണ് ആ കോളറിന് നീറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അവിടെ ആ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് തിരിക്കുന്നേക്കാളും മുന്നേ ആയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കാം, ചെറിയൊരു പീസ് ത്രെഡ്. കണ്ടല്ലോ, ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ വെച്ചിട്ട് നീഡിലിൻ്റെ അവിടേക്കായിട്ട് ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് നമ്മൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. കണ്ടോ, ഒരൊറ്റ സ്റ്റിച്ച് കേട്ടോ, അത് തിരിച്ചിട്ട് തന്നെ വെക്കണം. ആ ബാലൻസ് വീല് തിരിച്ചിട്ട് തന്നെ വെക്കുക. ഇപ്പോൾ അവിടെ ത്രെഡ് ലോക്കായി. ഇനി ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതിനുള്ളിലേക്ക്, അതായത് സ്റ്റിച്ചിങ് നമ്മൾ ഇപ്പുറത്താണ് ചെയ്യുക അല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 പീസിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതിവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിങ്ങൾ ഊരിപ്പോരും ഇങ്ങനെ കെട്ടിട്ടില്ലെങ്കിൽ. കണ്ടോ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് നമുക്ക്
സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. കണ്ടല്ലോ, 2 ത്രെഡുകൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള തുണികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ലിറ്റുകൾ കൊടുക്കുക. ഈ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ദേ ഈ ലൂപ്പ് ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ച പോയിന്റ് കറക്റ്റായി. കണ്ടോ? ഇനി അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ നൂലിനെ അങ്ങോട്ട് വലിക്കുക. ഈ ഭാഗം ഇതുപോലെ തന്നെ ഇങ്ങനെ ആവുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ ഈ നൂലിട്ടിട്ടില്ല വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ നൂലിട്ടിട്ട് അടിക്കുന്നത്. ഇതൊന്ന് ഊരിയെടുക്കുക. കണ്ടല്ലോ, ഇവിടെ നമ്മൾക്ക് കറക്റ്റ് നമ്മളുടെ തയ്യൽ തുമ്പ് മാത്രം മതിയാവും. ആ തയ്യൽ തുമ്പ് മാത്രമായിട്ട് നമ്മൾ ഒന്ന് മെഷർ ചെയ്തിട്ട് പോർഷനിൽ വരുന്ന തയ്യൽ തുമ്പ് മാത്രം മതി നമുക്ക് ഈ ഒരു പോർഷനിൽ കേട്ടോ. അത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് ആണ് ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. ആ സെയിം തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇവിടെ തയ്യൽ തുമ്പ് മാത്രം ഇട്ടതിന് ശേഷം ഞാൻ ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗം വരുമ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഇതിങ്ങോട്ട് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്ന് വലിച്ചു കൊടുക്കുക. കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാന്ന് വെച്ചെങ്കിൽ അതിങ്ങനെ ഇങ്ങോട്ട് വലിഞ്ഞു വരും ഈ ഒരു പീസ് തുണി. അതില്ലാതിരിക്കാൻ ഇങ്ങനെ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് തന്നെ ചെയ്യുക. അതായത് മറിച്ചിട്ടതിന് ശേഷമാണ് ഞാനിത് അടയാളപ്പെടുത്തി കട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ല വെച്ചെങ്കിൽ അത് കറക്റ്റായി എന്ന് വരില്ല. കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഉൾവശം, അതായത് ഇതാണ് നല്ല വശം, ചീത്ത വശത്ത് വെച്ചിട്ടാണ് കോളർ ആദ്യം അടിക്കുന്നത്. അതായത് നമ്മളെ പിറകിലെ നമ്മൾ പിന്നിലായി വെച്ച ക്ലോത്തിന്റെ ഈ ഭാഗം നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് രണ്ടും ഒപ്പം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എങ്കിലേ നീറ്റായിട്ട് വരുള്ളൂ. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഗ്ലാസ് വെച്ച് ഒട്ടിച്ച ഭാഗമായിരിക്കണം നമുക്ക് നല്ല വശത്തേക്ക് വരേണ്ടത്. ചിലർ നല്ല വശത്തുനിന്ന് അടിച്ച് മറിക്കാറുണ്ട്. പക്ഷെ നമുക്കത് ഫിനിഷായിട്ട് കിട്ടുക ഇങ്ങനെ ആവുമ്പോഴാണ്. ക്യാൻവാസ് വെച്ച ഭാഗം നമുക്ക് നല്ല ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഫിനിഷായിട്ട് കിട്ടുക കേട്ടോ. അപ്പം ഇതേപോലെ 2 സൈഡും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് എക്സസ് വരുന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കോളൂ. 1/4 ഇഞ്ച് ഒരു പോയിന്റ്, അതായത് ഇവിടുത്തെ സെയിം തയ്യൽ തുമ്പായിരിക്കണം അപ്പുറത്ത് നമുക്ക് തുണിയിൽ വേണ്ടത്. ഇനി ഇതിനൊന്നും മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു തുടങ്ങാം. കെട്ടിട്ട് തന്നെ അടിക്കുക. കെട്ടിട്ട് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ സെൻറ്റർ പോയിന്റും കറക്റ്റ് വരുന്നില്ലെന്ന് ചെക്ക് ചെയ്യുക. 2 സെൻറ്റർ പോയിന്റും കറക്റ്റ് ആയിരിക്കണം. അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നെക്ക് ഈ ഭാഗം വരുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കണ്ടോ, ഇങ്ങനെ 2 സൈഡും ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
മെഷർമെന്റ് ചെയ്യുന്നത് എപ്പോഴും കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൂടുതലായിട്ട് നിൽക്കും. ഇനി നമ്മൾ ഇതേപോലെ ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ അടിച്ചു തുടങ്ങുകയാണെങ്കിൽ കോളറിന്റെ നല്ല വശത്താണ് ഇനി അടിക്കുന്നത് കേട്ടോ. ആ ഭാഗത്തും ഇതുപോലെ തന്നെ ഈ ഭാഗം നമുക്ക് നീറ്റായിട്ട് തന്നെ അടിക്കണം. മറ്റേ സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ്. ഇത് കറക്റ്റ് ഇതേപോലെ വെച്ചിട്ട് ആ എഡ്ജിൽ കൂടെ തന്നെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ എഡ്ജൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ നിങ്ങളിപ്പോൾ ആ നൂല് കട്ട് ചെയ്തെടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഡ്ജ് വരുമ്പോൾ നമുക്ക് ആ നൂലൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ എഡ്ജിൽ കൂടെ തന്നെ കേട്ടോ, നമ്മുടെ കൂടെ നീങ്ങി പോകുന്നു ചെയ്യരുത്. നീറ്റായിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. ഇങ്ങനെയാണ് മടക്കി വയ്ക്കുക. അതായത് ഇങ്ങനെ നമ്മൾ 4 ഇഞ്ച് വീതിയല്ലേ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിന് പകുതിയായിട്ട് നമ്മളിങ്ങനെ മടക്കണം. ഈ ഒരു ഭാഗത്തേക്ക്, ഈ ബാക്കിലത്തെ ഭാഗം കേട്ടോ, ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കിടന്നോട്ടെ. കണ്ടോ, നമ്മളെപ്പോഴും കോളറിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാക്കിലെ പോർഷൻ നമ്മൾക്കൊന്ന് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എപ്പോഴും. അപ്പോൾ അത് എങ്കിൽ മാത്രമാണ് നമുക്ക് കോളർ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോളറിനൊക്കെ കുർത്തി കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനിത് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. നമ്മൾക്ക് ഈ ഒരു പോർഷൻ നമുക്ക് എപ്പോഴും ഹെം ചെയ്ത് കൊടുക്കണം. ഹെം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കളർ വരിക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ വെറുതെ കണ്ടു പോകരുത്, എപ്പോഴും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. വീഡിയോസ് നിങ്ങളുടെ ലൈക്ക് കിട്ടുമ്പോഴാണ് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുള്ളൂ മറ്റുള്ളവർക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോളർ വന്നിട്ടുള്ളത്. അപ്പം ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.